ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ദളപതിക്ക് എവിടെ നിന്നാണ് പണി കിട്ടിയെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ചിലപ്പോൾ കാണുന്ന സമയത്ത് ഇവനെ തേടിപ്പിടിച്ച് തല്ലിക്കൊല്ലും വിജയ് ഫാൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഇവനെ തൂക്കണം, തൂക്കി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. എന്നിട്ട് ഇവന്റെ വാ കൊണ്ട് തന്നെ പറയിപ്പിക്കണം ആരാണ് ചെയ്യിപ്പിച്ചതെന്ന്. അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇവനെ തല്ലിക്കൊന്ന് ഈ പ്രശ്നം അങ്ങ് തീർത്ത് കെട്ടടയിക്കുകയല്ല ചെയ്യേണ്ടത്. ഇവനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇവന്റെ വാ കൊണ്ട് തന്നെ പറയിക്കണം. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ജനങ്ങൾ സത്യങ്ങൾ എല്ലാം ബോധ്യമായിട്ട് വളരെ കൃത്യമായിട്ടും തിരിച്ചറിയത്തുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യമുണ്ട്. ഈ വിജയ് എന്ന് പറയുന്ന വ്യക്തി ഇവിടത്തെ ഗവൺമെന്റ് ചെയ്യുന്നതിനേക്കാളും നല്ല പ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. എപ്പോ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുന്നേ തന്നെ ഒരു വെള്ളപ്പൊക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഫണ്ട് ഇറക്കുന്നതിന്റെ ഇരട്ടി ഫണ്ടായിരിക്കും എപ്പോഴും ദളപതി കൊണ്ട് ഇറക്കുന്നത്. എന്തിന് കേരളത്തിൽ തന്നെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ നിന്ന് ഫണ്ടും അതുപോലെ ആഹാര സാധനങ്ങളൊക്കെ ഇറക്കി നമ്മൾ മലയാളികൾക്കും ഒരു നായകൻ തന്നെയാണ്, അല്ലെങ്കിൽ ജനനായകൻ തന്നെയാണ് ദളപതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്ര രാഷ്ട്രീയക്കാർ ചെയ്യും, എത്ര മന്ത്രിമാർ ചെയ്യും, ആരും ചെയ്യാത്തതിന്റെയൊക്കെ ഇരട്ടി പൈസയും കാര്യങ്ങളും സ്വന്തം ഫണ്ടിൽ നിന്ന് സ്വന്തം കീശയിൽ ഇറക്കി ദളപതി ചെയ്യും. അങ്ങനത്തെ മനസ്സുള്ള ഒരു വ്യക്തിയെ ചവിട്ടി താഴ്ത്താൻ വേണ്ടിയിട്ട് യാവളമാര് ശ്രമിച്ചാലും ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല. അതാണ് വാസ്തവം. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദളപതി ഈസ് എ ബ്രാൻഡ്.